മച്ചാനെ കിഡ് വർക്കിംഗ് ആണ്. എത്ര പഴയ സെറ്റാണെങ്കിലും നമുക്കിത് USB ബ്ലൂടൂത്ത് ആക്കി മാറ്റാം. ഇൻബിൽറ്റ് ആംപ്ലിഫയർ ആയിട്ട് വരുന്നൊരു ബോർഡാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഇത് ഫിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ടെക്കിന്റെ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കാലം മാറിയപ്പോൾ ടെക്നോളജി മാറി. അങ്ങനെ നമ്മളെ വീട്ടിലെ പഴയ കാസറ്റ് പ്ലെയറും CD പ്ലെയറും എല്ലാം പലരുടെയും ഓർമ്മകളായി മാറി. ഈ ഓർമ്മകളെയൊക്കെ നമുക്കൊന്ന് പൊടി തട്ടിയെടുത്താലോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിലെ ഇതുപോലുള്ള പഴയ കാസറ്റ് പ്ലെയറും CD പ്ലെയറും എങ്ങനെ നമുക്കൊരു പുതിയ USB ബ്ലൂടൂത്ത് സെറ്റാക്കി മാറ്റാമെന്നുള്ളതാണ്. വെറും 30 മിനിറ്റ് സമയം മാത്രം മതി. നമ്മുടെ കയ്യിലുള്ള കാസറ്റ് പ്ലെയർ ആയിക്കോട്ടെ, CD പ്ലെയർ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ബ്ലൂടൂത്ത് സെറ്റാക്കി മാറ്റാം. അതിന് നിങ്ങളൊരു ടെക്നീഷ്യൻ ആവുകയോ ഇലക്ട്രോണിക്സ് പഠിച്ചിരിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല. വെറും 300 രൂപ ചിലവിലാണ് നമ്മൾ ഈ ഒരു കാസറ്റ് പ്ലെയറിനെ USB ബ്ലൂടൂത്ത് സെറ്റാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറഞ്ഞു തരാം. എൻ്റെ കയ്യിലുള്ള ഈ ബ്ലൂടൂത്ത് പാനൽ ബോർഡ് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അത്രയും ചെറിയൊരു ജോലി മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. ഇത് ഫിറ്റ് ചെയ്യും മുമ്പ് ഈ USB ബ്ലൂടൂത്ത് മൊഡ്യൂളിനെ കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ എന്തെല്ലാം ഫീച്ചറുകൾ ഉണ്ടെന്ന് കൂടി നമുക്ക് നോക്കാം. വെറും 300 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൊഡക്റ്റാണിത്. USB ബ്ലൂടൂത്ത്, മെമ്മറി കാർഡ്, ഓക്സ്, FM റേഡിയോ, മൈക്ക് കൂടി നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ബോർഡിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ആംപ്ലിഫയർ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വളരെ ഈസിയായി തന്നെ ഇത് ഫിറ്റ് ചെയ്യാം. ഈ കാണുന്ന ബോർഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതിന്റെ സ്പീക്കർ കണക്ഷനും പവർ കണക്ഷനെ കുറിച്ചും മാത്രമാണ്. മുകൾ ഭാഗത്തുള്ള ഈ കണക്ഷൻ സ്ലോട്ടുകൾ ഉണ്ടല്ലോ, ഇതിലാണ് നമ്മൾ ബാറ്ററിയും സ്പീക്കറും ഒക്കെ കണക്ട് ചെയ്യേണ്ടത്. അപ്പം ബോർഡിന്റെ പിൻഭാഗത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ഏതാണ്, പവർ ഏതാണെന്നൊക്കെ. അടുത്തടുത്തായിട്ട് കാണുന്ന ഈ 2 സ്ലോട്ടുകളിലാണ് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത്. തൊട്ടടുത്ത് തന്നെ റെഡ് കളറിൽ നമുക്കൊരു പോയിന്റ് കൂടി കാണാം. ഇതിലാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടേജിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ചാർജർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബാറ്ററികൾ ഉപയോഗിച്ചോ ഒക്കെ നമുക്കിത് വർക്ക് ചെയ്യിക്കാം. ഇതൊരെണ്ണം വാങ്ങി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സെറ്റ് ഒന്ന് അഴിക്കണം. സെറ്റിന്റെ പല ഭാഗത്തായി കുറച്ച് സ്ക്രൂകളൊക്കെ കാണാം. ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് അഴിച്ചു മാറ്റാം. ഒരുപാട് പഴക്കമുള്ള സെറ്റുകളൊക്കെ ആണെങ്കിൽ സ്ക്രൂകളൊക്കെ ഊരിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയത്ത് കുറച്ച് മണ്ണെണ്ണയോ ഡീസലോ പെട്രോളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസിയായി തന്നെ നമുക്ക് ഈ സ്ക്രൂകളൊക്കെ ഊരിയെടുക്കാൻ സാധിക്കും. സെറ്റ് അഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ജോലികളോ വർക്കുകളോ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ കയ്യിലുള്ള USB മൊഡ്യൂൾ ബോർഡ് നമുക്കിത് എവിടെയെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ഫിറ്റ് ചെയ്യണം. മുൻഭാഗത്തെ ബോഡി പാർട്ടിൽ തന്നെയാണ് സ്പീക്കറുകളും ട്യൂട്ടറുകളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള USB മൊഡ്യൂൾ ഫിറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. കാസറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന ഈ ഡോർ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ഈ USB ബോർഡ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള സെറ്റുകൾക്കൊക്കെ ഏറ്റവും എളുപ്പം നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യും മുമ്പ് ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിനുവേണ്ടി നമുക്ക് ആ ഒരു സ്പേസ് എത്രയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. കട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കട്ടറുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സോബ്ലേഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ അനുയോജ്യമായത് ആ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ കട്ട് ചെയ്യാൻ കട്ടർ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ എക്സോബ്ലേഡ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലോ ഇതുപോലെ ചെയ്താൽ മതി. ചെറിയ ബ്ലേഡുകളോ കത്തികളോ നന്നായി ചൂടാക്കിയ ശേഷം ഈ ഭാഗത്ത് പ്രസ് ചെയ്താൽ മതി. നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കട്ട് ചെയ്ത ഭാഗത്ത് USB പാനൽ ബോർഡ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ. നമ്മളിത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കും മുമ്പായി USB പാനൽ ബോർഡിലെ സ്ലോട്ടുകളിലൊക്കെ ഇതുപോലുള്ള കണക്ടറുകൾ ഉപയോഗിച്ച് സ്പീക്കർ ലൈനും അതുപോലെ പവർ ലൈനും ഒക്കെ കണക്ട് ചെയ്ത് വെക്കണം. USB പാനൽ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗം ഉപയോഗിക്കുന്നതിന് പകരം സ്ക്രൂ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു ട്രബിൾ വരികയാണെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ USB പാനൽ ബോർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിലുള്ള കണക്ടർ വയറുകൾ സ്പീക്കറുമായി കണക്ട് ചെയ്യണം. സ്പീക്കറിലേക്കുള്ള വയറുകൾ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് നിർത്താം. ഇനി സോൾഡറിംഗ് അയൺ ഇല്ലാത്തവരാണെങ്കിൽ നിലവിൽ സ്പീക്കറിലേക്ക് പോയിട്ടുള്ള ലൈനുകൾ കട്ട് ചെയ്ത് അതുമായി ജോയിന്റ് ചെയ്തും നമുക്ക് കണക്ട് ചെയ്യാം.
അങ്ങനെ നമ്മൾ 2 സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ബോർഡിൽ തന്നെ ഇതുപോലെയുള്ള സ്ലോട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതുമായിട്ടൊന്ന് പിൻ ചെയ്താൽ മാത്രം മതി. വളരെ ഈസിയായി തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ലൂസ് കോൺടാക്ട് ഉണ്ടാകാനുള്ള വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ വയറും കണക്ടറും ഒക്കെ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ബാറ്ററി ഒരു നല്ല സ്പേസ് കണ്ടെത്തി അവിടെ ഫിക്സ് ചെയ്ത് നിർത്തുക. അതുപോലെ കാസറ്റ് പ്ലെയറിന്റെ ഓപ്പൺ ഡോർ കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓൺ ആക്കി നോക്കാം ഇതിന് എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്, സൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഫ്രണ്ട്സ്, 350 രൂപ കൊടുത്ത് ഈ ഒരു ബ്ലൂടൂത്ത് ബോർഡ് വാങ്ങിക്കുന്നതിൽ യാതൊരു നഷ്ടവുമില്ല, ലാഭം തന്നെയാണ്. കാരണം നല്ല ഓഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല വോളിയം ഉണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഓപ്പൺ പ്ലേസിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്തത്, എന്നിട്ട് പോലും നല്ല വോളിയം കിട്ടുന്നുണ്ട്. എന്നാൽ ഇതൊരു റൂമിലാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഡബിൾ സൗണ്ട് നമുക്ക് കിട്ടും. ഈ ഒരു സെറ്റിന്റെ വർക്കിങ്ങും അതുപോലെ വോളിയം ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പാക്ക് ചെയ്ത് നന്നായി ഫിക്സ് ചെയ്ത ശേഷം മാത്രമേ ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി അതുപോലെ സൗണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിലെ ഓഡിയോ സിസ്റ്റത്തിന് ഇതുപോലെ USB-യോ ബ്ലൂടൂത്തോ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾ പുതിയൊരു സെറ്റ് വാങ്ങിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതുപോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഓൺലൈനിൽ നമുക്ക് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിലോ ഷോപ്പുകളിലോ ഒക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇതുപയോഗിച്ച് നമുക്ക് വളരെ ഈസിയായി തന്നെ നമ്മുടെ നല്ല ഓഡിയോ സിസ്റ്റത്തിനെ ബ്ലൂടൂത്തും USB-യും ഒക്കെ ആക്കി മാറ്റാവുന്നതാണ്. ഈ ഒരു ഓഡിയോ സിസ്റ്റത്തിൽ ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു പോർട്ടബിൾ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ചാർജർ ഉപയോഗിച്ചും നമുക്കിത് പ്ലേ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.